മോട്ടറോള എഡ്ജ് 15 ഒരു 25,000-30,000 രൂപ റേഞ്ചിൽ വരുന്നൊരു ഫോണാണ്. ഇപ്പോൾ 25,000 രൂപക്ക് താഴെ അല്ലെങ്കിൽ 25,000 രൂപ റേഞ്ചിലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറഞ്ഞത് മോട്ടറോളയുടെ തന്നെ എഡ്ജ് 50 ഫ്യൂഷൻ ആണ്. 30,000 രൂപ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡ്ജ് 50 പ്രോ ആണ്. ഒരു 50,000 രൂപ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നത് എഡ്ജ് 15 അൾട്രയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഒരു ഇടയിൽ വരുന്ന ഒരു 25,000-30,000 രൂപയ്ക്ക് ഇടയിൽ വരുന്ന ഒരു ഫോണാണ് എഡ്ജ് 15 എന്ന് പറയുന്നത്. ഇതും മറ്റ് 3 ഫോൺ പോലെ തന്നെ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോണാണ്. സോ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും പ്രൈസും ഫീച്ചേഴ്സും എല്ലാ ഡീറ്റെയിൽസും ഒറ്റ വീഡിയോ നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസും വേരിയൻ്റ് തന്നെ പറയാം. 8GB 256GB വേരിയൻ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 27,999 ആണ്. ബട്ട് ഓഫർ ഉണ്ട്. ഓഫർ പ്രൈസ് ആണെങ്കിൽ 25,999 കിട്ടുന്നതായിരിക്കും. ഫ്ലിപ്കാർട്ടിലാണ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം 26,000 രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള പ്രൈസ് 28,000 രൂപക്കും കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു പ്രൈസ് പോയിന്റിൽ വരികയാണെങ്കിൽ ബിൽഡ് ആൻഡ് ഡിസൈൻ വീഗൻ ലെതർ ആണ് വരുന്നത്. ബട്ട് മെറ്റലിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. ഇത് കൂടാതെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് US മിലിറ്ററി സർട്ടിഫിക്കേഷൻ ഇതിന് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോണാണ്. ഈ ഒരു 30,000 രൂപ റേഞ്ചിൽ എന്ന് പറയുന്നത് അല്ല 30,000 രൂപയ്ക്ക് താഴെ വരുന്നതിൽ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. IP68 റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. സോ അതിൽ യാതൊരു തരത്തിലുള്ള ഡൗട്ടും വേണ്ട. പിന്നീട് ഈ ഒരു ഫോൺ മെയിനായിട്ട് 3 കളർ വേരിയൻ്റ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഒരു OLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വൈഡ് പ്രൊട്ടക്ഷനും നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇതിന് വരുന്നത്. മോട്ടറോള ഫോണെല്ലാം ഇപ്പോൾ ഒരു 18,000 രൂപ റേഞ്ചിൽ തന്നെ ഇപ്പോൾ മോട്ടറോളയിലെ എല്ലാ ഫോണിലും കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല നൈസായിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഇതിലും കൊടുത്തുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള നല്ല ഹൈ റെസൊല്യൂഷനൊക്കെ ഉള്ള നല്ലൊരു ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഇതിന് വരുന്നുണ്ട്. ദെൻ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈമറി ക്യാമറ വരുന്നത് 15 MB ഒരു സോണിയുടെ LYT 700C എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി ക്യാമറ വന്നിട്ട് 10 MB ഒരു 3x ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. അത് അത്യാവശ്യം ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് 3x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നീട് തേർഡ് ക്യാമറ വന്നിട്ട് 13 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിലും റിയറിലും 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതും അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ക്യാമറ വൈസ് അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറ റിവ്യൂസൊക്കെ നോക്കുക. സ്പെസിഫിക്കേഷൻ വൈസ് മാത്രം നോക്കിയിട്ട് ഫോൺ എടുക്കരുത്. അപ്പം അത്ര മാത്രമേ ഞാൻ ക്യാമറയെ പറ്റി പറയുന്നുള്ളൂ. ദെൻ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 1 AE ആക്സിലറേറ്റഡ് എഡിഷൻ ആയിട്ടാണ് വരുന്നത്. സോ ഇതിൻ്റെ ഒരു ആൻറ്റു സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 7 lakh ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് LPDDR4X RAM USF 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. ഹെലോ UI ആയിട്ടാണ് വരുന്നത്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആണ്. പിന്നീട് ഈ ഒരു ഫോണിൽ മെയിനായിട്ട് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ടോള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയല്ല, എന്നാലും ഒരു അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള ഒരു പെർഫോമൻസ് നമുക്കിതിലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു പെർഫോമൻസിൽ കിട്ടുന്നതായിരിക്കും. ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഒന്നും തന്നെയല്ല, ഒരു അവറേജ് എന്ന രീതിയിലൊരു എല്ലാ രീതിയിലും എല്ലാ ഈ ഒരു പർപ്പസിനെല്ലാം പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെ തന്നെ ഇതിൽ എന്തായാലും കിട്ടുന്നതായിരിക്കും. മെയിനായിട്ട് നിങ്ങൾ ഗെയിമിംഗ് ഫോണായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ബാക്കിയെല്ലാം ഇതിൽ കിട്ടും. ദെൻ ബാറ്ററി ആണെങ്കിൽ തന്നെ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ബട്ട് ഇത് കൂടാതെ തന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ വരുന്ന ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫോണിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 26,000 രൂപയാണ് ഓഫർ പ്രൈസിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിവിടെ കേർവ്ഡ് ആയിട്ടുള്ള നല്ലൊരു 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ വരുന്ന, അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിമും വീഗൻ ലെതറൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു ബിൽഡ് വരുന്നുണ്ട്. പിന്നീട് നല്ല ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നല്ല ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ചാർജിങ്, IP68 റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്ന ഒരു 26,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് മോട്ടറോളയുടെ എഡ്ജ് 15 എന്ന ഫോൺ. സോ അതിന് യാതൊരു വിധത്തിലുള്ള ഡൗട്ടും വേണ്ട. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ ഫോണാണെങ്കിൽ നിങ്ങൾ പോയിട്ട് എടുക്കുക. സോ ഓഫർ പ്രൈസിൽ എടുക്കുകയാണെങ്കിൽ നല്ലൊരു വർത്ത് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്.
സോ ഈ ഒരു വീഡിയോ ഇന്നത്തെ പോലെ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.